ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വേനൽക്കാല അവധി സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മളൊരാത്മപരിശോധന ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. നമുക്കൊരു ഖൈറ് തരാൻ അള്ളാഹു തീരുമാനിച്ചാൽ നമ്മെ ഇൽമുള്ളവനാക്കി ഫഖീഹാക്കി മാറ്റുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ, അള്ളാഹു ആർക്കെങ്കിലും ഒരു ഖൈറ് കൊടുക്കാൻ തീരുമാനിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവനെ അവഗാഹമുള്ളവനാക്കി മാറ്റും എന്നാണ്. അപ്പോൾ ഒരു ഖൈറിലേക്ക് നമ്മൾ എത്താൻ അതിനെക്കുറിച്ചുള്ള അറിവ്, വ്യക്തമായ ഇൽമ് നമുക്കാവശ്യമാണ് എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ റബ്ബ് നമുക്കൊരു ഖൈറ് തരാൻ തീരുമാനിച്ചാൽ നമ്മെ അല്ലാഹു തആല നല്ല പാണ്ഡിത്യമുള്ളവനാക്കി അറിവുള്ളവനാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട്. അറിവ് നേടാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ധാരാളം തുറന്നു കിടന്നിട്ട് അതിലൂടെ പ്രവേശിക്കാനും അറിവിൻ്റെ മേഖലയിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് അതിൻ്റെ അഗാധ തലങ്ങളിലേക്കൊന്ന് ഇറങ്ങി തിരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാണോ എന്ന് ഖുർആനിൻ്റെ ചോദ്യം അതൊരു ചിന്തനീയമായ ചോദ്യമല്ലേ? ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, പ്രവാചകരെ ചോദിക്കൂ, പറയൂ. എന്താ ചോദിക്കേണ്ടത്? ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോന്ന? ഒരിക്കലുമല്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത തന്നെ അതിൻ്റെ വചനാമൃതങ്ങളിൽ ആദ്യത്തെ വചനം തന്നെ വായന കൊണ്ട് ആരംഭിക്കാൻ പറയുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ വചനം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായന തുടങ്ങണമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു അത്ഭുതകരമായ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. എന്നാൽ ഇവിടെ വിദ്യാഭ്യാസമുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്, വിദ്യാസമ്പന്നരാണ് എന്ന് പറയുന്നവരിൽ തന്നെ ധാരാളം സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അധാർമികതകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അശ്ലീലതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വൃത്തികേടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പണ്ഡിതൻ്റെ വാക്ക് കാണാം, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബ് അഹ്വജു മിന്നാ ഇലാ കസീറിൻ മിനൽ ഇൽമ്. ധാരാളം അറിവിനേക്കാൾ നമുക്കാവശ്യം അല്പമെങ്കിലും അദബാണ്, സംസ്കാരമാണ്, മര്യാദയാണ്, മേനേസാണ് എന്ന് ആ പണ്ഡിതൻ്റെ വാക്കിൽ നിന്ന് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാല സമയത്ത് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളെ തള്ളിക്കളഞ്ഞ് നമ്മുടെ കുട്ടികൾ ഇന്ന് കുട്ടികളിലേക്ക് ഇൽമെത്തിക്കുവാൻ, ഏറ്റവും നല്ല കൾച്ചറെത്തുവാൻ, സഖാഫത്തെത്താൻ, അവർക്ക് നല്ല ഭാവിയെക്കുറിച്ച് ആലോചന അവരിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡൻസ് വിങ് സമ്മറൈസ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മേഖലകളിലും സമ്മറൈസ് ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ അവിടെ എത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന സമ്മറൈസ് ക്യാമ്പിൽ നമ്മുടെ മക്കൾ എത്തുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. ജില്ലാടിസ്ഥാനത്തിൽ ജാലകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അവിടെ നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരെ എത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ബ്ലിസ് എന്ന് പേരിട്ടുകൊണ്ട് പ്രത്യേക ക്യാമ്പ് നടക്കുകയാണ്. അവിടെ നമ്മുടെ മക്കളുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഖുർആൻ വിജ്ഞാന പരീക്ഷകൾ വരുമ്പോൾ അതിന് തയ്യാറായി ഖുർആൻ പഠിക്കാൻ, പരീക്ഷയിലിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ? ആദർശ പ്രയാണം ഒരു വലിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് തൗഹീദിലൂടെ ആണ് നമുക്ക് നിർഭയത്വം നേടാൻ പറ്റുക എന്ന വലിയൊരു പ്രോഗ്രാം തീരുമാനിച്ചിട്ട് അത് നടക്കാനുള്ള സ്ഥലങ്ങളിലേക്ക്, നടക്കുന്ന മേഖലയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാനും നിങ്ങളും വ്യത്യസ്തമായ വഴികളിലൂടെയുള്ള തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിൽ ആ യാത്ര കൂട്ടുകാരന് വേണ്ടിയാണെങ്കിൽ, കൂട്ടുകാരിക്ക് വേണ്ടിയാണെങ്കിൽ, സുഹൃത്തിനു വേണ്ടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പേരിൽ നമ്മുടെ ദീന് നഷ്ടപ്പെടരുത്, ആരാധനകൾ നഷ്ടപ്പെടരുത്, പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, ആദർശം നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. നാളെ പരലോകത്ത് നമ്മൾ പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ ചങ്ങാതിയെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു ഗതി നാളെ പരലോകത്ത് നമുക്ക് വരാൻ പാടില്ല.
ചിന്തിക്കുക, ആലോചിക്കുക. ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.